ആദീസ് ന്യൂട്രിക്കാവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ ക്രീമി പാസ്തയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണിത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പാസ്ത വേവിച്ച് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ച് അതിലേക്ക് പാസ്ത ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാസ്ത വേവുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഫ്രഷ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഷ്റൂം ഇതേപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രീമും. സോ നമ്മുടെ ക്രീമി ചിക്കൻ പാസ്തയ്ക്ക് വേണ്ട 4 മേജർ ഇൻഗ്രീഡിയൻസ് ആണിത്. പാസ്ത നന്നായി കുക്ക് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്ന പാനിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരേ ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ വെളുത്തുള്ളിയും ബട്ടറിലേക്കും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. സോ നന്നായി വെന്ത് വന്നിട്ടുള്ള ചിക്കനും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ മാറ്റി ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതേ ബട്ടറിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവാണ്. മഷ്റൂം ഒരു പകുതി വേവാവുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ബട്ടറിൽ തന്നെ നന്നായിട്ട് സോട്ട് ചെയ്ത് വെന്ത് വരണം. സോ ഏകദേശം നന്നായി വെന്ത് കഴിഞ്ഞിട്ടുള്ള മഷ്റൂമിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ആ ക്രീമി ടെക്സ്ചർ കൊടുക്കുന്ന കുക്കിംഗ് ക്രീം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാസ്തയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് ലാസ്റ്റ് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ കാണുന്ന പോലെ ചീസും കൂടെ വെതറി കൊടുത്താൽ നമ്മുടെ ക്രീമി ചിക്കൻ പാസ്ത റെഡി. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും. സോ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്